തോന്നിയിട്ടുണ്ട്? അനഘ അല്ലാതെ ആരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടോ? ഇത് നടൻ ജഗതിക്കൊക്കെ മാത്രമുള്ള ഒരു കഴിവാണ് ഈ ഓൺ ദ സ്പോട്ട് ആയിട്ടുള്ള കോമഡി ഒക്കെ വരുന്നത്. നിങ്ങളൊക്കെ ഇങ്ങനെ പെരുമാറുന്നോണ്ടാണ് എനിക്കിടക്കിടക്ക് മെൻസ്ട്രേഷൻ ആവുന്നത്. പെണ്ണുങ്ങൾക്ക് സോറി, മാസ്റ്റർബേഷൻ കേൾക്കണ പോലെ എനിക്ക് വെറുപ്പാണ്. എല്ലാം നിനക്ക് വേണ്ടിയിട്ട് എന്നെയാണ് നീ. ഇവളാണ് പറഞ്ഞത് ചേട്ടൻ 90s കിഡാണ്, ചേട്ടൻ തന്തവൈവാണ്. പോരാത്തതിനെ പറയണേ എനിക്ക് എന്റെ പ്രായത്തിലുള്ള ആരെങ്കിലും പോയി പ്രേമിച്ചൂടേന്ന്. ഈ വീഡിയോ ഇറങ്ങിയതിന് ശേഷം വന്ന ഏറ്റവും വലിയ ഒരു പൊളിച്ചടക്കി എന്ന് തന്നെ പറയാം ചേട്ടൻ്റെ ഒരു ക്യാരക്ടർ. ഇല്ല, നമുക്ക് പേടിയുണ്ടായിരുന്നു മതപരമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോ. എല്ലാം ഓരോ ഭാഗ്യ പരീക്ഷണങ്ങളാണല്ലോ. അപ്പൊ അതിനുവേണ്ടി പറഞ്ഞല്ല, പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ തെറ്റിയിരിക്കും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 90s ഇപ്പം ഒരു പെങ്കൊച്ച് നോക്കി ചിരിച്ചാൽ തന്നെ നമുക്ക് സ്വർഗ്ഗം. പിന്നെ രണ്ടാഴ്ചയൊക്കെ അതങ്ങനെ ആലോചിച്ചത് ആളെന്നൊക്കെ ചിരിച്ച് അഭിനയിക്കല്ലേ ജീവിക്കുകയാണെന്ന് ആൾക്കാർക്ക് തോന്നണം. ഇതൊക്കെ വന്ന ആൾക്കാർ കമന്റ് സെക്ഷനിൽ ആര് പറഞ്ഞു ഇവൻ കാണിക്കണൊക്കെ മൊത്തം അഭിനയം. ഞാന് എന്റെ സ്വന്തം ടീച്ചറുകളുടെ അടുത്ത് പറഞ്ഞിട്ട് മോളി ഇവന്റെ ഒക്കെ ഒപ്പം നടന്ന ജീവിതം പോക്കാണ്, വേറെ വഴിയൊന്നും ഇല്ല. അതെന്റെ എന്റെ സ്വന്തം ടീച്ചർ ആണോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തിരിഞ്ഞിക്കണേന്ന്. അപ്പൊ ഇവരെന്തോ പറഞ്ഞു, അപ്പൊ ഞാൻ മാത്രം മൈൻഡ് ചെയ്തില്ല. അപ്പൊ അശ്വലേട്ട എന്നെ ഡി പറഞ്ഞു വിളിച്ച്. ആ ഡി എന്നാണ് വിളിച്ച്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ഈ ചേട്ടനെ തിരിഞ്ഞു നോക്കണത്. ഞാൻ അങ്ങ് ഇഷ്ടമൊന്നും പറഞ്ഞില്ല, ഐ ലവ് യു ഞാൻ പറഞ്ഞില്ല. ഞാൻ അല്ലെങ്കിൽ പിണങ്ങിയാലോ നമ്മളെല്ലാവർക്കും പറ്റി വിലയാണ്. ഭക്ഷണം കഴിപ്പിക്കില്ല. എന്നിട്ട് ആ കോളേജ് കാണിച്ചിട്ടാണ് കൊണ്ടുപോയി. ഒരു അർജുൻ റെഡ്ഡി ഫുള്ള് അതെങ്ങനെയാണ് മാങ്ങാത്തൊലിയോ കുറെ നേരം ഞാൻ കഷ്ടപ്പെട്ട് വന്ന് പഠിച്ചിട്ടാണ് ഇതൊക്കെ ഞാൻ ഇവിടെ ചെയ്യുന്നത്, അതറിയൂ. ഓ മൈ ഗോഡ്, 1 ലിറ്റർ ബ്ലഡാ. ജവാഹരൻ. ജവാഹരനാ? എനിക്കൊഴിച്ച് ബാക്കി എന്റെ ക്ലാസ്സിൽ ആ കോളേജ് കംപ്ലീറ്റ് അറിയായിരുന്നു എന്നെ ഇഷ്ടമാണ്. എന്നാലും പറയടാ, പ്രപ്പോസ് കയ്യും കാലും പറഞ്ഞാണ് ഞാൻ എന്റെ കോളേജിലുള്ള മിക്കവരും കണ്ടിട്ടുണ്ട് കരയാ പോണ സിറ്റുവേഷൻ. കെഞ്ചലായിരുന്നു. ആ ബാക്കിയുള്ള 4 പേരും എന്റെ പുറകെ നടന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം കാണാൻ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പുള്ളി എനിക്ക് വേണ്ടിട്ട് എടുക്കുന്ന എഫേർട്ട്. അപ്പൊ ഞാൻ എന്താണ് നീ അങ്ങനെ പീഡിപ്പിക്കും അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞേ അവളങ്ങനെ ഒരു പേടിയുണ്ടാണ് ആദ്യം ഇവിടെ ഏട്ടെന്ന് വിളിക്കൂല്ലോ അല്ലേ? ഏട്ടെന്ന് വിളിച്ചിരുന്നു. പിന്നെയുള്ള ഏട്ടായി കോപ്പി ഇറങ്ങിയത് അന്ന് ഞാനത് ഉപേക്ഷിച്ചു. ഈവൻ എന്റെ വീട്ടുകാരെന്നെ എന്തിനെന്റെ ഇപ്പൊ പഠിക്കണ ഞാൻ എന്റെ ഇപ്പോഴത്തെ കൊളീഗ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ചേട്ടനെ കണ്ടപ്പോ ഞങ്ങള് പറൂർ ബസ് സ്റ്റാൻഡില് ഇങ്ങനെ നടക്കണ സമയത്ത് വെറുതെ പോലീസ് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, അന്ന് ചോദിക്കാറുണ്ട് അത് മുഖത്ത് താടി മീശ കഞ്ചാവാണോന്നാ എന്റെ അമ്മ വരെ ചോദിച്ചിട്ടുണ്ട്. ഹായ് ഹലോ, വെൽക്കം ടു സിനിമാറ്റിക്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ എപ്പോഴും കുടുകുടാ ചിരിപ്പിക്കുന്ന 2 പേരാണ്. ഇൻഫ്ലുവൻസേഴ്സ് ആണ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. നമുക്ക് വെൽക്കം ചെയ്യാം അനഘ, അശ്വൽ. അശ്വൽ ഒരു വെറൈറ്റി നെയിം ആണല്ലോ അശ്വലെ. അല്ല പിന്നെ ആരെ പേരിട്ടെ? പേര് വീട്ടില് ആന്റിയൊക്കെ ഇട്ടത്. എല്ലാരും അശ്വൽ. ഞാൻ പെട്ടെന്നില്ലേ അശ്വാൾ എന്നാണ് പെട്ടെന്ന് ഓർത്തത്. അപ്പൊ അങ്ങനെയൊക്കെ വിളിക്കാറുണ്ടാ? അറിയാത്തവരൊക്കെ പെട്ടെന്ന് ടീച്ചർമാരൊക്കെ പെട്ടെന്ന് അശ്വാൾ എന്നൊക്കെ, പൊതുവാൾ, അശ്വാൾ, എന്തോ ഒരു വാള്. ചിലര് പിന്നെ അശ്വിൻ അങ്ങനെ പറയാറ്.
എന്നാലും വീട്ടിൽ രണ്ടു വിളിക്കുന്നത് മൂന്ന് പ്രാവശ്യം പറയണം. വീട്ടിൽ വിളിക്കുന്ന എന്താ? വീട്ടില് അപ്പൂസ്, അപ്പൂസ്, കുഞ്ഞപ്പൂസ്. കുഞ്ഞപ്പൂസ്. കൊറേ അപ്പൂസ് ഉണ്ടാവും ആ, വീട്ടില്. വേറെ അപ്പൂസ് ഉണ്ട്. എന്റെ ചേട്ടനെ വലിയ അപ്പൂസ് എന്ന് വിളിക്കണം. അപ്പൊ ഞാൻ ഇളയതപ്പോ ഈ അപ്പു, കണ്ണൻ എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും ഉള്ള Common. പേര്, കോമൺ ആ. പേരാ വീട്ടിൽ. അനഘ, അനഘ അനഘ. അല്ല, എന്നെ ആരെങ്കിലും ഒരാള് എന്തെങ്കിലും ഒരു നിക് നെയിം വിളിച്ചിരുന്നെങ്കിൽ അത് ഞാൻ എപ്പോഴും ആണോ? അപ്പോ അശ്വലി വിളിക്കില്ല? നിങ്ങള് എന്താ വിളിക്കുന്നേ? ഞാൻ വിളിക്കാറുണ്ട്. ഒന്നും വിളിക്കാറില്ല. അച്ചു എന്ന് വിളിക്കും ഇടക്ക്. ഇടക്ക് അച്ചു, അപ്പു. ആ, അതാണ് ഞങ്ങളുടെ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിർവാണ അല്ലേ? നിർവാന. നിർവാന, അങ്ങനെ ഒരു പേരിട്ടെ? അത് പറഞ്ഞോ. അത് നേരത്തെ ഇതിനു മുന്നേ ഒരു ബാൻഡിന്റെ നെയിമാണ്, കോട്ട് കോബിൻ ഒരു ബാൻഡിന്റെ നെയിമാണ് നിർവാന എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുടങ്ങി നമ്മൾ യൂസ് ചെയ്യണ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പേര് ഇടണമല്ലോ. അപ്പൊ ആ സമയത്ത് എന്റെ ഇൻസ്റ്റയിൽ ഐഡിയിൽ ആംബ് ഓഫ് ഗോഡ് അങ്ങനെ മെറ്റൽ ബാൻഡുകളുടെ നെയിമാണ് വെച്ചിരുന്നത്. അപ്പൊ ഇവളുടെ ഞാനാ തുടങ്ങിയത്. അപ്പൊ ഞാനിങ്ങനെ നിർവാന എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ അവൾ അങ്ങനെ ഇട്ട് അങ്ങനെ പിന്നെ ഞാൻ മാറ്റിയിട്ടില്ല. അതൊരു ഐഡന്റിറ്റി ആയിട്ട് ഇങ്ങനെ പോണ്. നിർവാണ. പിന്നെ അപ്പം ആൾക്കാര് നിങ്ങളുടെ വീഡിയോ ഇപ്പം ഒരുപാട് എന്താ കാണുന്നവരുണ്ടാവും. ഞാൻ ആദ്യം തന്നെ കണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെ ഇങ്ങനെ ചിരിപ്പിക്കാൻ പറ്റുന്ന നമ്മുടെ 90s കിഡ്സിന്റെ വീഡിയോ ഇല്ലേ? 90s കിഡ്സിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. 90s കിഡ്സിലെ ചേട്ടന്മാരെങ്ങനെയാന്ന്? രണ്ടാമത് 90s കിഡ്സ് അല്ലേ? 90s കിഡ്സ് ചേട്ടന്മാരില്ലേ? പൊളിയാണ് പൊളി. ഞാൻ 90s ആണ്. 1997 മോഡൽ. ഈ വീഡിയോ 1 മില്യൺ ആവാൻ പോകുന്നില്ല. 1 മില്യൺ അടിച്ചിട്ടില്ല. അത് മിക്കവാറും ഈ ഒരു 2 ആഴ്ചക്കുള്ളിൽ അടിക്കുമായിരിക്കും. ഇത് കണ്ട, ഇതാണ് ഇവര്. ഒരുപാട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവരുടെ. അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ മതി, ചിരിച്ച് മരിക്കാം. ഷുഗറും പ്രഷറൊക്കെ ഉണ്ടെന്ന്. അതൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്കില്ല. 90s കിഡ്സിലെ ചേട്ടന്മാരാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പെണ്ണുങ്ങളെ പൊന്നുപോലെ നോക്കുന്നതെന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഹീസ് 90s കിഡ്. അങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മ സ്നേഹിക്കുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മ മറ്റൊന്നാണ് കല്യാണം കഴിക്കണം ആ ഒരു ഇതിനകത്താണ് നമ്മ കാണുന്നത്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള അറിവിലുള്ള ഇപ്പൊ എന്റെ 2-3 കമ്പനിക്കാരന്മാരുണ്ട് 2K കിഡ്സ് ചെയ്തത്. ഇപ്പൊ ഞങ്ങളെ കല്യാണത്തിനെ പറ്റി ചിന്തിക്കണ കാര്യമില്ല. നമ്മ 90s എന്നൊക്കെ പറയുമ്പോ നമ്മ ഇങ്ങനെ ചിന്തിക്കുവല്ല, കല്യാണം മറിച്ച് തിരിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കുവല്ല. ഇവന്മാർക്ക് അങ്ങനത്തെ സീനൊന്നുമില്ല. എല്ലാവരും പക്ഷെ അധികം പേരും അങ്ങനെ തന്നെയാണ്. 2K കിഡ്സ് ഇപ്പം 2K കിഡ്സ് തന്നെ പൊങ്കാല ഇടും. അതല്ല, പിന്നെ ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം എവിടെയോ നഷ്ടപ്പെടുന്നുണ്ട് 2K കിഡ്സിന്. ടീച്ചർ പറയും ഒരു പിന്നെ എന്താ പറയാ, സകലകലാ വല്ലഭയാണ്. അത് ഞാൻ പറയാം. പറ. അങ്ങനെ വെച്ചാ ഡിപ്പെൻസ് ഓൺ പേഴ്സൺ അല്ലേ. ഓരോരുത്തർ എങ്ങനെ കൊണ്ടേ നടക്കുന്നു അതിനനുസരിച്ച്. ഇപ്പൊ എൻ്റെ ആരെ പറയും, എൻ്റെ കൂടെയുള്ള കൊളീഗ്സ് ആണെന്നുണ്ടെങ്കിലും 2K കിഡ്സ് ആയിട്ടുള്ളവരുണ്ട്. അവര് ആത്മാർത്ഥതയോടുകൂടി റിലേഷൻ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. 90s ഉണ്ട് നമ്മള് ആത്മാർത്ഥതയോടുകൂടി കൊണ്ടുപോകണവരുണ്ട്. 90s കുറച്ചും കൂടി കൂടുതൽ ഒരു എന്താ പറയാ, ഒരു ഇമോഷണൽ. ഒരു പെങ്കൊച്ച് നോക്കി ചിരിച്ചാൽ തന്നെ നമുക്ക് സ്വർഗ്ഗമാണ്. പിന്നെ 2 ആഴ്ചയൊക്കെ അതങ്ങനെ ആലോചിച്ചത് ആളെന്നൊക്കെ ചിരിച്ച്. അതെ അതെ, അത് ശരിയാ. ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടൊക്കെ ചിരിച്ചാലൊക്കെ ആ ഒരു വൈബൊന്നും ഇപ്പൊ ഇല്ല അല്ലേ? അത് ശരിയാണ്. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഫോണിലല്ലേ സെറ്റ് ആക്കണതും എല്ലാ കാര്യങ്ങളൊക്കെ. അങ്ങനെയല്ല, ഇപ്പോഴത്തെ പിള്ളേര് കുറച്ചും കൂടി ഓപ്പൺ അപ്പ് അല്ലേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺപിള്ളേരാണെങ്കിലും ഒന്ന് സംസാരിക്കും. അങ്ങനത്തെ സീനൊന്നും ഇല്ലല്ലോ. മറ്റേത് ആൺപിള്ളേരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതാന്നുള്ളൊരു വലിയൊരു തെറ്റായിരുന്നു ആൺപിള്ളേരോടൊക്കെ സംസാരിച്ച. അമ്മേനെ ഇപ്പൊ 2 പേര് ഫ്രണ്ട്സ് ആയിട്ട് സംസാരിക്കണ ഒരു 5 മിനിറ്റ് കൂടുതൽ സംസാരിക്കണം. അമ്മേനെ ഇങ്ങനെ കളിയാക്കുക, അവര് തമ്മിൽ സെറ്റാന്ന്. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെ ഒന്നുമില്ല, കുറച്ചും കൂടി ഓപ്പണാണ്. ഭയങ്കര അടിപൊളിയാണ് ഇപ്പോഴത്തെ പിള്ളേര്. അടിപൊളിയാണ്. തന്ന വൈബ് ഒരു ഇതുകൊണ്ട് 90s കിഡ്സിന്. അല്ല, അത് ആ വീഡിയോ തന്നെ പറയുന്നത്. പിന്നെ കുറച്ച് ടഫ് ആണെങ്കിലും പെണ്ണിനെ പൊന്നുപോലെ നോക്കുന്നു. എങ്ങനെ ഈ കണ്ടന്റുകൾ ഉണ്ടാക്കുന്ന എങ്ങനെ? ആരാ ഉണ്ടാക്കുന്നത്? കണ്ടന്റ് കിങ് ആണോ അല്ലെ കണ്ടന്റ് ക്യൂനാണോ? കിങ്. കണ്ടന്റ് നമുക്കിപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ തോന്നുന്നു ഇങ്ങനെ ഒരു സാധനം ചെയ്താലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ വിളിച്ചു പറയും അങ്ങനെ കറങ്ങാൻ പോയി 2 പേര് ഒരുമിച്ച്. അപ്പൊ കറങ്ങാൻ പോണ സമയത്ത് ഒരു സ്റ്റാൻഡ് എടുത്ത് 2 എടുത്ത് പറഞ്ഞാല് ഞാൻ പറയും നമുക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്താലാന്ന് പറയും.
അപ്പൊ അത് നമ്മൾ ചെയ്തു വരുമ്പോ ഓരോരോ കാര്യങ്ങൾ Improvisations ഒക്കെ. ഇങ്ങനെ കയറി വരും. അങ്ങനെ ചെയ്യും. എഴുത്തും പരിപാടിയൊന്നും ഇല്ല. സ്ക്രിപ്റ്റ് ഒന്നും എഴുതില്ല. ഇല്ല. ഒരെണ്ണം എഴുതിയായിരുന്നു. അതായത് 4-5 വീഡിയോ ഒക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു. അപ്പൊ നമ്മ കുറച്ചും കൂടി ഇംപ്രൂവൈസേഷൻസ് ഒക്കെ ചെയ്ത് ബുക്കൊക്കെ എടുത്ത് എഴുതി. അതാണ് പക്ഷെ ഏറ്റവും അന്നത്തെ വീഡിയോ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഇരുന്ന് ഇങ്ങനെ വലിഞ്ഞാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ എഴുതാതെ വരുന്നൊരു കഴിവാണിത്. ഓൺ ദ സ്പോട്ട് ആകുമ്പോ ഇങ്ങനെ ഇത് നടൻ ജഗതിക്കൊക്കെ മാത്രമുള്ള ഒരു കഴിവാണ് ഈ ഓൺ ദ സ്പോട്ട് ആയിട്ടുള്ള കോമഡി ഒക്കെ വരുന്നത്. തീർന്നു. സത്യം. ഇന്ന് ഇയറിലാണ് നീ. അല്ല, പെട്ടെന്ന് ഇങ്ങനെ കോമഡി ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടാന്ന് പറയുന്ന കേൾക്കാം. സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെങ്കിലും ഈ ഫ്രഷ് കോമഡി ആൾക്കാർ ചിരിക്കണല്ലോ. കേട്ട് പഴകിയ കോമഡി കേട്ടാ നമുക്ക് ചിരി വരില്ലല്ലോ. അല്ല, പിന്നെ നമുക്കിങ്ങനെ നഷ്ടപ്പെടാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ ടെൻഷനൊന്നും ഇല്ലല്ലോ. പക്ഷെ എന്തെങ്കിലും കാണിക്കുക രക്ഷപ്പെട്ടു അത്രേ ഉള്ള ആ ഒരു രീതിയിൽ നമ്മ അതിനെ കൂടുതൽ ഇങ്ങനെ ഇഷ്ടപ്പെടുമ്പോ അത് ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകുമ്പോ എങ്ങനെയെങ്കിലും ഒക്കെ വരും. നമ്മ ഭയങ്കര പ്രൊഫഷണലായിട്ട് ഇപ്പൊ എനിക്ക് അങ്ങനത്തെ പരിപാടിയൊന്നും പറ്റൂല. പ്രൊഫഷണലായിട്ട് നമ്മ എഴുത്തും കാര്യങ്ങളും സീരിയസ് ആയിട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ പാനിക്കാണ്. പിന്നെ കയ്യും കാലൊക്കെ ഉറക്കും. ഒരു നോട്ട് പാഡ് ഉണ്ട് നമ്മുടെ കയ്യിൽ. എന്നിട്ട് പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. മറന്നു പോണു രണ്ടുപേർക്കും മറവി. ഞാൻ ആലോചിച്ചു തന്നെ കണ്ടന്റ് ആയിരിക്കുമല്ലോ. പിന്നെ നമ്മ എടുത്തു വരുമ്പോ വേറെ എന്തെങ്കിലും ഒരു കണ്ടന്റ് ആയിട്ട് ഇത് മാറും. അങ്ങനെ മാറി എന്നൊക്കെ തോന്നുന്നു. ഇപ്പൊ നമ്മ പോയിന്റ്സ് ഇപ്പൊ ജവാഹരന്റെ ഒക്കെ പോയിന്റ്സ് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ച് പക്ഷെ നോട്ട് ചെയ്ത് വെച്ച് ഇപ്പം ഞാനൊരു സമയം തോന്നുമ്പോ ഒരു 7 കണ്ടന്റ് ഒക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ച് അത് ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ കണ്ടന്റ് മറന്നു. നോട്ട് ചെയ്ത് വെച്ചത് വായിച്ചാലും മനസ്സിലാവൂല. അങ്ങനെയാണ് ഒന്ന് എഴുതാന്നുള്ള രീതിയിൽ നോട്ട് പാഡ് ഒക്കെ ഉണ്ടായിരുന്നു വീട്ടില്. എന്തിനൊക്കെയോ മേടിച്ച നോട്ട് പാഡ്. ആ ജവാഹരന്റെ കോമഡി ഇല്ലേ, അതെങ്ങനെയാ വന്നത്? ജവാൻ പ്ലസ് അത് നമ്മ കണ്ടന്റ് എടുത്തതിന് ശേഷം ആ പേരിട്ട് ജവാഹരൻ. മൈൻഡിൽ ഇത്ര ഉണ്ടായുള്ളൂ. ഇവളായിട്ടിരിക്കുമ്പോ കമ്പനിക്കാരന്മാരെ ഉള്ളപടിക്കാൻ വിളിക്കണം. അപ്പൊ ഞാനതെങ്ങനെ ഫേസ് ചെയ്യും? അപ്പൊ ശരിക്കും ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും അതുപോലെ തന്നെ ചെയ്തു. ശരിക്കും അങ്ങനെ തന്നെയാണ് ഫേസ് ചെയ്യുന്നത്. ഏകദേശം കൊറേ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഇതിനകത്തുനിന്ന് തന്നെ കൊള്ളാം. പിന്നെ ജീവിതാനുഭവങ്ങൾ സ്റ്റിക്ക് ഇതാക്കണത് അന്ന് രാവിലെ തോന്നിയൊരു സാധനമാണ്. സ്റ്റിക്ക് 5ാം സിനിമയില് സൂര്യ ഈ സ്റ്റിക്കൊക്കെ ഇത് ചെയ്യുമല്ലോ. അപ്പൊ ശരിക്കും ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ജവാഹറിൽ ആ സ്റ്റിക്കിന്റെ സാധനമാണ് കുറച്ചും കൂടി ആൾക്കാർക്ക്. ആ ജവാഹരന്റെ കോമഡി നല്ല രസമായിരുന്നു സത്യം പറഞ്ഞാൽ. എന്ന് വെച്ചാ അതിലല്ലേ മദ്യത്തിന്റെ പേര് പറഞ്ഞ അതിലല്ല, നമ്മുടെ ക്രിസ്മസ് യേശുദേവൻ പോലും അപ്പൊ പിന്നെ മദ്യം കഴിച്ചിട്ടുണ്ട്. ടേസ്റ്റിംഗ്സ് ആയി അപ്പൊ ഒന്ന് അതെന്ന് വെച്ചാ അതാ സമയത്ത് വന്നാണ്. പിന്നെ ഇപ്പം ചിലരൊക്കെ ഇങ്ങനെ പറയുമല്ലോ, ഇപ്പൊ കഞ്ചാവൊക്കെ അടിക്കുമ്പോ പറയാം ശിവൻ കഞ്ചാവ് അടിക്കും. അപ്പൊ അതാ അങ്ങനെയൊക്കെ പറയല്ലോ. അപ്പൊ ഞാൻ യേശുവിന്റെ കാര്യത്തിലേക്ക് വന്നപ്പോ ഇല്ല, നമുക്ക് പേടി ഉണ്ടായിരുന്നു മതപരമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോ. എല്ലാം ഓരോ ഭാഗ്യ പരീക്ഷണങ്ങളാണല്ലോ. അതിനുവേണ്ടി പറഞ്ഞല്ല, പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇനി ആൾക്കാർ ഇങ്ങനെ തെറ്റിയിരിക്കും. പക്ഷെ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പൊ പറയാം അപ്പൊ ഞാൻ അതെപ്പോഴും അങ്ങനെ കഥ മാറ്റി എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു നോട്ടം ഉണ്ടല്ലോ അശ്വിന്റെ. അത് നല്ലതാ. അശ്വിൻ നമ്മുടെ ഒരു ആവശ്യത്തിന് കഥകൾ പല രീതിയിൽ മാറ്റാന്നുള്ള ഒരു മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ. നമ്മുടെ ഒരു ആവശ്യം നടത്തിയെടുക്കാന്നുള്ളത്. അപ്പൊ എന്റെ ആവശ്യം എന്ന് വെച്ചാൽ ഇവള് സമ്മതിക്കണമെന്നുള്ള. ഇത് ജവാഹരനാ 1 million പഠിച്ചല്ലേ. ആ സ്റ്റിക്ക് അതാണ് പറഞ്ഞല്ലേ, സ്റ്റിക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റാണ്ടായി പോകുന്നത്. അതൊരുപാട് പേര് ചോദിച്ചു അതെങ്ങനെയാണ് അത് ചെയ്തത്? സ്റ്റിക്ക് ഇങ്ങനെ വായിൽ വെച്ചിട്ട് വേദന എടുത്തില്ലേ? അല്ലാതെ അതൊരു ടേക്കിൽ ഓക്കെ ആക്കിയോ? ഇല്ല, അത് 2 പോയില്ല. 2 ടേക്ക് എന്തോ ആയോ. 2 ടേക്ക് എടുത്ത്. അതെന്ന് വെച്ചാൽ ഞാൻ എന്തോ ഒരു സാധനം ചിരിച്ചു പോയത്. അത് തന്നെ. ഇങ്ങനെ ആർട്ടിഫിഷ്യാലിറ്റി തോന്നിക്കരുത്. അത് നമ്മള് നേരത്തെ മുതല് തീരുമാനിച്ചല്ല ചെയ്യും. അതെന്താന്നറിയോ, ചേട്ടൻ നന്നായിട്ട് ചെയ്യും. എന്റെ ഈ ഫീൽഡേ അല്ലല്ലോ. അപ്പൊ ഞാൻ ചെയ്യുമ്പോ എനിക്ക് അറിഞ്ഞൂടെ ചെയ്യാനായിട്ട്. അപ്പൊ എന്റെ ചേട്ടൻ പറഞ്ഞുതരും, ഇങ്ങനെ അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെ ഇരിക്കണം, മറ്റുള്ളവർക്ക് കണ്ടു കഴിഞ്ഞാൽ അഭിനയിക്കണമെന്ന് തോന്നാണ്ട് ജീവിക്കണ രീതിയിൽ ചെയ്യണം. അഭിനയിക്കല്ലേ ജീവിക്കുകയാണെന്ന് ആൾക്കാർക്ക് തോന്നണം. ഇതൊക്കെ ആൾക്കാർ കമന്റ് സെക്ഷനിൽ അയ്യോ അങ്ങനെയല്ല അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതായത് എനിക്ക് ചെയ്യാൻ അറിയില്ലാത്ത, അതായത് ഒരു ബിഗ് സീറോ ഇന്ന് ഞാനിങ്ങനെ കേറി വന്നെ.
അപ്പൊ ചേട്ടൻ എന്റെ പറഞ്ഞ് അങ്ങനെ ചെയ്തത് ശരിയായിട്ടില്ല, എന്റെ ഇഷ്ടമാതിരി ടേക്ക് പോകും, കുറെ ടേക്ക് പോകും. അപ്പൊ ഇങ്ങനെ 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 പറഞ്ഞു പറഞ്ഞു കൊറേ ടേക്കോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരാൾ ചെയ്യുമ്പോ അറിയാലോ ഇയാൾക്ക് ഇനി അടിപൊളിയാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അതോടെ നിർത്തും. അതെ. അപ്പം രണ്ടുപേരുടെയും ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വീടൊന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യുന്നതെന്ന്, ടീച്ചറാണല്ലേ? ഞാൻ വീട് ചെറായി. എന്റെ വീട് ചെറായില്, എന്റെ ഒരാപ്പുഴ കൊച്ചാല്. കൊച്ചാൽ. രണ്ടുപേരും അടുത്തടുത്ത് ആണോ? 15 മിനിറ്റ്. 15 മിനിറ്റ്. അപ്പം ശരിക്കും വർക്ക് ചെയ്യുന്നത് ഒരുപാട് എന്താ പറയാ എല്ലാ A+ ഒരു ഭയങ്കര പഠിപ്പിച്ചാണ്. ഇപ്പൊ എന്താ ചെയ്യുന്നത് ഇപ്പൊ? ഇല്ല, ഞാൻ +2 കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻട്രൻസിന് പോയായിരുന്നു മെഡിക്കലിന്, കിട്ടിയില്ല. അതിനുശേഷം ഡിഗ്രി ചെയ്തത് BSc ഫിസിക്സ് ആണ് ചെയ്തത് മലയങ്കര കോളേജിൽ SNM. അവിടുത്തെ ഞാൻ ജൂനിയർ ആയിട്ട് വന്നപ്പോ എന്റെ സീനിയർ ആയിരുന്നു. ഫിസിക്സ് തന്നെ അല്ലേ? ഫിസിക്സ് തന്നെ, രണ്ടുപേരും സെയിം ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അതിനുശേഷം ഞാൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം MScക്ക് പോയി, BSc ഫിസിക്സ് MSc ഫിസിക്സ്. അതിനുശേഷം B.Edന് പോയി. B.Ed ഫിസിക്കൽ സയൻസ്. B.Edല് വരുമ്പോ കെമിസ്ട്രിയും ഫിസിക്സും കൂടി ഒന്നിച്ചാണ് പറയണത്, അപ്പൊ അതിനെ ഫിസിക്കൽ സയൻസ് എന്ന് പറയും. അപ്പൊ അവിടെ ഇല്ല അങ്ങനെ B.Ed കിട്ടി. അതിനുശേഷം KTET 2 ക്വാളിഫൈഡ്, 2 3 ക്വാളിഫൈഡ് ആയി. ഇല്ല, അപ്പൊ ഇതെല്ലാവർക്കും കിട്ടണതാണ്. അതിനുശേഷം ഇപ്പൊ സെറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നു. എക്സാമിന് നോക്കുവാണോ? സെറ്റ് പ്രിപ്പയർ ചെയ്യാന്നുള്ളൊരു മൈൻഡ് ഉണ്ട്. ഈ വരുന്ന ഫെബ്രുവരിയിലാണ് എക്സാമിനത്. ന്യൂ ഇയർ റെസൊല്യൂഷൻ ആണ്, അതെങ്കിലും എടുക്കണം എന്നൊക്കെ. അതെല്ലാം പാസ്സായി സെറ്റ് ആവും അല്ലേ? പിന്നെ ഒരു കഴിഞ്ഞ തവണ സെറ്റ് ചെയ്തത് 0.2 മാർക്കിനാ പോയത്. അപ്പൊ അത് .2 പോയി, കിട്ടിയില്ല, എനിക്ക് സെറ്റ് കിട്ടിയില്ല. അപ്പൊ അത് ഭയങ്കര മീൻസ് എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് പോയി ചേർന്നതല്ല B.Ed. പഠിക്കണ സമയത്ത് തന്നെ വർക്കും ചെയ്യണ്ട് ഇപ്പൊ ടീച്ചറായിട്ട്. ഞാൻ ഗുരുകുലം ട്യൂഷൻ സെന്ററിൽ ഇപ്പൊ ഒരു 1.5 വർഷം കെമിസ്ട്രി പഠിപ്പിക്കുന്നേ. കെമിസ്ട്രി ഫിസിക്സ് ആണ് ആള്, ഫിസിക്സ് ആണ്. ഫിസിക്സും കെമിസ്ട്രി ഒക്കെ എങ്ങനെയാ പഠിക്കുന്നേ? അയ്യോ, അത് മാത്രം എനിക്ക് പഠിക്കാൻ അറിയുള്ളൂ. ഈ കെമിസ്ട്രിയുടെ ഫേമസ് ഇക്വേഷൻ ഏതായിരുന്നു ഒന്ന് പറഞ്ഞേ? ഇപ്പൊ 10th കിടന്നുണ്ടെങ്കിൽ N2 + 3H2 gives 2NH3. ഇന്നലെ പഠിപ്പിച്ചു. H2 + O2 gives 2H2O. അത് ബാലൻസ് ചെയ്ത് പറയുമ്പോ 2H2 + O2 gives 2H2O. വാട്ടർ ഉണ്ടാവും. പഠിച്ചത് ഓർമ്മയുണ്ട്. വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും. കാർബൺ ഡൈ ഓക്സൈഡ് C+O2 gives CO2. ഇതൊക്കെ ഓർമ്മയുണ്ടോ? ആവശ്യമില്ലാത്തല്ല ആവശ്യമില്ല. അല്ല, അതിൽ ആരും ഓർക്കാനാ, ഞാനെന്തോ H2 മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പൊ ഇത്രയും പഠിക്കുന്നതാണ്. പിന്നെ PSC പ്രിപ്പയർ ചെയ്യുന്നത്? PSC ആണ് ഇപ്പൊ ഞാൻ ഓൾറെഡി ചെയ്തോണ്ടിരിക്കുന്നത്. B.Ed കഴിഞ്ഞു, ഈ ഏപ്രിലാണ് കഴിഞ്ഞത്. അപ്പൊ അതിനുശേഷം ഞാൻ PSCക്ക് പോയി ചേർന്നു. PSC ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എന്റെ ഡിഗ്രി പഠിച്ചോണ്ടിരിക്കുന്നത് എന്റെ സൂപ്പർ സീനിയർ ആയിരുന്നു ചേട്ടൻ. സൂപ്പർ സീനിയർ ആയിരുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോ ചേട്ടൻ 3rd ഇയർ. അങ്ങനെയാണ് നിങ്ങളുടെ പ്രണയം തുടങ്ങിയത്? ഇനി പ്രണയത്തിലേക്ക് വരാം. ഒന്ന് പ്രണയം പറ. അങ്ങനെയാണോ തുടങ്ങിയത്? അങ്ങനെ അന്നാ പ്രണയം അതേ ഒന്ന് പറഞ്ഞു ഒരു കഥ ചൊല്ലട്ടോ. ഡീറ്റെയിൽ ആയിട്ട് വേണോ കുഞ്ഞിതായിട്ട് വേണോ? കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പ്രപ്പോസ് ചെയ്ത് 2-3 മാസം. അങ്ങനെയൊന്നല്ല ഞാൻ പറയാം. ഇവളാണെന്നുണ്ടെങ്കിൽ ഞാന് എന്റെ സ്വന്തം ടീച്ചറുകളുടെ അടുത്ത് പറഞ്ഞിട്ട് മോളെ ഇവന്റെ ഒക്കെ ഒപ്പം നമ്മുടെ ജീവിതം പോക്കണ വേറെ പണിയൊന്നും ഇല്ല. അതെന്റെ എന്റെ സ്വന്തം ടീച്ചർ. ആ ടീച്ചർമാർക്ക് ഇപ്പൊ ചിലപ്പോ കാണും. ടീച്ചർമാർക്ക് അന്നേ ചേട്ടന് അങ്ങനെ പറയുമെങ്കിലും ഇല്ലേ, ഞാനൊരു സത്യസന്ധമായിട്ടുള്ള കാര്യം പറയാം. ടീച്ചർമാർക്കൊക്കെ പാർഷ്യാലിറ്റിയാണ് ചേട്ടൻ്റെ വരാ. വെറുതെ അറ്റൻഡൻസ് ഇട്ട് കൊടുക്കും. വെറുതെ ആവശ്യമില്ലുണ്ട്. ക്ലാസ്സിൽ കയറത്തില്ല, ക്ലാസ്സിൽ കയറാണ്ട് അറ്റൻഡൻസ് ഒക്കെ ഇട്ട് കൊടുക്കും, മാർക്കൊക്കെ വെറുതെ ഇട്ട് കൊടുക്കും, ജയിപ്പിച്ചൊക്കെ എടുക്കും. നാടകത്തില് മികച്ച നടനായിരുന്നു ഇല്ലേ? കോളേജില് നാടകത്തില് നടൻ ആയിരുന്നു. മറ്റേ അല്ല, ഞാൻ അത് പറയുമ്പോ മികച്ച നടനൊന്നും അല്ലെന്ന്. അല്ല, എന്നാലും നാടകം കലാകാരനായിരുന്നു. നാടകം സ്കൂളിനല്ല കോളേജിന് വേണ്ടി ഒരുപാട് A ഗ്രേഡ് ഒക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? A ഗ്രേഡ് കിട്ടി, പക്ഷെ ഫസ്റ്റ് പ്രൈസ് കിട്ടില്ല. അത് മഹാരാജാസിന് എന്തോണ് കിട്ടിയത്. നാടകത്തിൽ എന്തായിരുന്നു വേഷം? തൊണ്ടച്ചൻ. ദൈവം. ദൈവോ? അതായത്
തൊണ്ടച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയവും ആ ഒരു ദൈവവും അങ്ങനത്തെ ഒരു സാധനമാണ്. രാഷ്ട്രീയം പ്ലസ് ദൈവം. അത് തന്നെ. ഇപ്പോഴാണ് നടക്കണ കാര്യങ്ങള് ആ ഒരു കാലത്തിന്റെ ഇതിലായിട്ട് ചെയ്യും. എന്നാലും ആ ഒരു കഴിവുള്ളതുകൊണ്ടാണ് ഇങ്ങനെ അഭിനയിക്കുന്നത്. അത് എവിടെ നിൽക്കട്ടെ, ഇനി പ്രണയം പറയാവുന്നു. അതായത് അവസ്ഥ. പിന്നെ ഏതൊരു ദുർബല നിമിഷത്തിൽ ഞാൻ പറയാ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പറഞ്ഞാൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാതെ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പറയാനൊക്കെ. മുഴുവൻ പറയട്ടെ. മുഴുവൻ പറഞ്ഞോ? സംഭവം ഒന്നും ഇപ്പം ചോദിക്കണ്ട. അത് ഫസ്റ്റ് കണ്ടത് മുതൽ പറയാം. ഞങ്ങൾ കോളേജില് ഞാനായിരുന്നു അന്ന് ക്ലാസ്സിലെ റെപ്പ്, മറ്റേ ടെമ്പററി റെപ്പായിരുന്നു. മറ്റേ തെരഞ്ഞെടുത്തൊന്നുമില്ല ആ ഒരു ടൈമില്. അപ്പൊ മറ്റേ പ്ലസ് ടുവിന്റെയും 10th സർട്ടിഫിക്കറ്റ് മേടിക്കണമല്ലോ. എന്താണെന്നൊന്നും അറിയത്തില്ല. മിസ് വന്നിട്ട് പറഞ്ഞു മേടിക്കാനായിട്ട്. അങ്ങനെ ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്തോണ്ടിരിക്കുന്ന ടൈമില് അപ്പൊ ഞങ്ങൾക്ക് ഇതിക്ക് മുന്നേ ഞങ്ങളുടെ സെക്കൻഡ് ഇയേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് റാഗ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ വേറെ ഏതൊക്കെയൊക്കെയോ ചേട്ടന്മാര് ചേച്ചിമാരൊക്കെ വന്ന് റാഗ് ചെയ്തിട്ടൊക്കെ പോയി. പക്ഷെ ഇവരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെ ഏറ്റവും ബാക്കിലെ ബെഞ്ചിൽ തിരിഞ്ഞു നിന്നിട്ട് ആരാണിന്റെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ പിടിച്ചിങ്ങനെ നിക്കണേണ്. അപ്പൊ ഈ കളക്ട് ചെയ്തോണ്ടിരിക്കുന്ന ടൈമില് ഇവര് കുറേ ചേട്ടന്മാര് ക്ലാസ്സിൽ കയറി വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ മൈൻഡ് ചെയ്തില്ല. അങ്ങനെയാണ്. ഞാനല്ല, മിഥുൻ ചേട്ടനുണ്ടായിരുന്നു, ഇവരുടെ ഒരു ഗ്യാങ്, സെറ്റ് ഓഫ് ഗ്യാങ് ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ ചെന്നിട്ട് ഇങ്ങനെ പരിചയപ്പെടാൻ ചെന്നാണ്. അപ്പൊ ഒരാൾ മാത്രം മൈൻഡ് ചെയ്യണ്ട. ഞാൻ തിരിഞ്ഞിട്ട് എനിക്ക് എന്റെ കാര്യം നടക്കണോ അല്ല, അല്ലെങ്കിൽ മിസ് തന്നെ പിണങ്ങിയാലോ. നമ്മളെല്ലാവർക്കും പട്ടി വിലയാണ്. അപ്പൊ ഇപ്പൊ വന്ന് കയറിയ പിള്ളേരെ നമ്മളെ പറ്റി മനസ്സിലാക്കിയോ? ഞാൻ ചോദിച്ചു. അങ്ങനല്ല ഞാൻ പറയാം ഞാൻ തിരിഞ്ഞിക്കണേന്ന്. അപ്പൊ ഇവരെന്തോ പറഞ്ഞു. അപ്പൊ ഞാൻ മാത്രം മൈൻഡ് ചെയ്തില്ല. അപ്പൊ അശ്വലേട്ട എന്നെ ഡി എന്ന് പറഞ്ഞു വിളിച്ച്. ഡി എന്നാണ് വിളിച്ചത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ഈ ചേട്ടനെ തിരിഞ്ഞു നോക്കണത്. കണ്ടപ്പ വലിയ ചേട്ടന്മാര്, ഈ SFIയിലെ ചേട്ടന്മാര് അതായത് ഞങ്ങളുടെ ക്ലാസ്സിലുള്ള ചെക്കന്മാരുടെ പോലെ തന്നെയാണ് ഞങ്ങളുടെ സെക്കൻഡ് ഇയേഴ്സ് ചേട്ടന്മാരൊക്കെ. കുഞ്ഞു ചേട്ടന്മാര് ഒക്കെ ഇവര് ഭയങ്കര സൈസുള്ള ചേട്ടന്മാര്. സഖാവ് എന്നൊക്കെ പറയും. കുറച്ച് അങ്ങനെയല്ല, അന്ന് പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്നു കോളേജിൽ. അല്ല അതല്ല, അന്നേരം പിന്നെ റാഗ് ചെയ്യാൻ വരുന്ന ക്ലാസ്മേറ്റ്സ് സിനിമയിലൊക്കെ കാണുന്നില്ലേ? ഏറെക്കുറെ അങ്ങനെയായിരുന്നു. റാഗ് ചെയ്യാൻ വന്നതല്ല, ഞങ്ങൾ പരിചയപ്പെടാൻ വന്നതാണ്. സംഭവം ക്ലിക്ക് ആവണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പരിചയപ്പെടാൻ വന്നു. അപ്പൊ ഇങ്ങനെ സംഭവം കഴിഞ്ഞ അതിന് ശേഷം ഞങ്ങൾ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ ഇവള് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി. അല്ല, അന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. നിനക്ക് എന്താ ഇങ്ങനെയാണ് ചോദിച്ചത്, നിനക്ക് എന്താടി മൈൻഡ് ചെയ്താല് അങ്ങനെയൊക്കെയാണ് ചോദിച്ചത്. ആ ഒരു ടോണിലല്ലായിരുന്നത്. അതായത് എന്റെ ഈ മുഖം ഇങ്ങനെ ഇരിക്കണോണ്ടേ. അപ്പൊ ഞാനതല്ല, ഞാൻ നോർമലി ആണ്. നിനക്ക് എന്താണ് മൈൻഡ് ചെയ്താന്ന് വെച്ചാൽ ഞാൻ വളരെ മാന്യമായിട്ടാണ് എന്റെ ഉള്ളില്. അപ്പൊ ആ സമയത്ത് കുറച്ചും കൂടി താടിയും മുടിയൊക്കെ വെട്ടാണ്ടൊക്കെ ഇരിക്കണം. അപ്പൊ ആൾക്കാർക്ക് ക്രൂരനായിട്ട് ഞങ്ങളൊക്കെ അങ്ങനെയാണ്. ഞങ്ങൾക്കൊക്കെ പേടിയായിരുന്നു ചേട്ടന്മാര്. ഞങ്ങളുടെ തന്നെ സീനിയർ ചേട്ടന്മാരില് എനിക്ക് റാഗൊന്നും ചെയ്തിട്ടില്ല. അതന്നെ, പേടിയല്ല, എന്നാലും എനിക്കിഷ്ടമുണ്ടായിരുന്നു, ഭയം ഉണ്ടായിരുന്നു. അങ്ങനല്ല, വലിയ ചേട്ടന്മാരെ കാണുമ്പോ നമുക്കൊരു ഇത് തോന്നില്ലേ? സംഭവം അല്ല, എന്റെ അങ്ങ് പറഞ്ഞ് എന്തെന്നാണ് അതിന്റെ പറഞ്ഞ് എന്തെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് ഞങ്ങളുടെ പറഞ്ഞ പോലെ നീ എന്നെ വിളിച്ചോ, നിന്റെ അതേ ഡിപ്പാർട്ട്മെന്റ് അല്ലേ, ഞങ്ങളും ഫിസിക്സ് തന്നെയാണ് പഠിക്കണത്, ഞങ്ങളുടെ ക്ലാസ് അവിടെയാണ് മറ്റേത് എന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലും നിനക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് വിളിച്ചോ. ലൈബ്രറി എവിടെയായിരുന്നു എനിക്കറിയാൻ പാടാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഞങ്ങൾക്ക്. എനിക്ക് അത്ര എന്റെ കൂടെ ഉള്ളവന്മാർക്ക്. അപ്പൊ ആ സമയത്ത് ഇവള് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി ക്ലാസ്സിൽ പിറ്റേ ദിവസം എന്നെ വന്ന് വിളിച്ച്. എന്റെ ക്ലാസ്സിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പൊ ജൂനിയർ പെൺകുച്ച് എന്നെ വന്ന് വിളിക്കണം. അപ്പൊ മറ്റേ സാധനം എല്ലാരും നോക്കിയിരിക്കണാണല്ലോ. അപ്പൊ എന്നെ മാത്രം വന്ന് വിളിക്കണം ചേട്ടാ എന്ന് പറഞ്ഞോണ്ട്. ഞാൻ അപ്പൊ മറ്റേ സാധനേ നമ്മുടെ കൂട്ടത്തിൽ ആരെയും പെൺപിള്ളേര് തിരിഞ്ഞു പോലും നോക്കൂല. ആ ഒരു അവസ്ഥയാണ്. അപ്പൊ എന്നെ വന്നിട്ട് വിളിക്കുമ്പോ ഇവന്മാരൊക്കെ ഒരു പെൺകുച്ചി ജൂനിയർ പെൺകുച്ചി വിളിക്കണേ. ഞാൻ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാനാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവളായിട്ട് പുറത്തിറങ്ങിയപ്പോ എന്റെ ക്ലാസ്സിലുള്ളവന്മാരൊക്കെ തൊട്ട് ബാക്കിലുണ്ട്. എന്നിട്ട് എന്റെ കയ്യില് മറ്റേ SSLC +2 ഒക്കെ ഉണ്ട് എല്ലാവരുടെയും. അന്നാണ് കിട്ടിയതെന്ന് തോന്നുന്നത്, പിറ്റേ ദിവസമാണ് തോന്നുന്നത്. എന്നിട്ട് ഞങ്ങൾ പിടിക്കാന്ന് പറഞ്ഞിട്ട് ഇവര്, ഞാൻ വെറുതെ തിരിഞ്ഞു നോക്കിയപ്പോ ബാക്കിൽ ഒരു പട ചേട്ടന്മാരുണ്ട്. എന്നിട്ട് ഇവര് എന്തിനാണ് ഞങ്ങൾ എന്നിട്ട് ആ ലൈബ്രറി എത്തി.
ലൈബ്രറി എത്തിയപ്പോഴേക്കും എന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിനകത്തുനിന്ന് ആ ചേട്ടന്മാരൊക്കെ പൊക്കിയിട്ടുണ്ടായിരുന്നു ചേട്ടന് വേണ്ടിട്ട്. പഠിപ്പിയാണെന്ന് അറിയാവുള്ളൂ. അത് ആ SSLC +2 കണ്ട് എന്റെ വീട് എവിടെയാണ്, അച്ഛന്റെ പേര് അമ്മയുടെ പേര് എന്റെ കാസ്റ്റ് വരെ ഇവര് നോക്കി വെച്ചേക്കണം. അതിനകത്ത് ഫോൺ നമ്പർ ഇല്ലാതെ ഭാഗ്യം. എന്നിട്ട് ഇവര് ഗ്രൂപ്പ് ഒക്കെ തുടങ്ങി, 3rd ഇയേഴ്സും 1st ഇയേഴ്സും തമ്മിലുള്ള ഗ്രൂപ്പ്. അങ്ങനെ എന്നിട്ട് അത് നമ്പർ മേടിക്കാൻ വേണ്ടിട്ട്. നമ്പർ വാങ്ങാൻ ആരോ പോയത്? എല്ലാം അവിടെ നിങ്ങടാണ്. അല്ല, അതെന്റെ കൂട്ടുകാരന്മാരെന്നെ പറഞ്ഞാ നമുക്ക് ഇങ്ങനെ ഫിസിക്സിന്റെ ഒരു ഗ്രൂപ്പ് തുടങ്ങാം. അപ്പൊ നേരിട്ട് നമ്പർ ചോദിച്ചാൽ അത് കുറച്ച് ചീപ്പല്ലേ, ഗ്രൂപ്പിൽ ആഡ് ചെയ്യാന്നും പറഞ്ഞ് അപ്പൊ ഇവളുടെ നമ്പർ മാത്രല്ല ബാക്കി എല്ലാവരുടെയും നമ്പർ ഇവന്മാർക്കും കിട്ടാൻ ഇതുണ്ട്. അങ്ങനെ ഗ്രൂപ്പ് തുടങ്ങി പിന്നെ ഓരോരുത്തന്മാര് ഓരോരുത്തരുടെ പറയേ. അങ്ങനെയാണോ സെറ്റ് ആയി ഗ്രൂപ്പ് തുടങ്ങി പേഴ്സണൽ മെസ്സേജ്? അതല്ല ഇനിയുണ്ട് കഥ. കോളേജിൽ ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുമ്പോ ഓർക്കണില്ല ഇതൊന്നും. അതല്ലേ ചെയ്ത തെറ്റുകളൊന്നും ഓർമ്മയുണ്ടാവും. അതായത് ഞങ്ങക്ക് 12:45 തോന്നുന്നത് ബെല്ലടിക്കണത്. ആ ടൈം ഏകദേശം ഒരു 10:30, 11 ആകുമ്പോഴേക്കും ഇവര് കോളേജിലെത്തും. ക്ലാസ് റൂമിൽ കയറൂല, ക്യാൻറ്റീനിൽ കയറും. ക്യാൻറ്റീനിൽ പോയിട്ട് ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഇവര് ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങണം. ചേട്ടന്മാരാണ്. ചേട്ടന്മാര് ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങണത് തന്നെ ഏകദേശം ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചോറിനാണ് ടൈം. അപ്പൊ അവര് ക്യാൻറ്റീനിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് ഇറങ്ങി. പിന്നെ ഇവരുടെ ക്ലാസ്സില് ജനലൊക്കെ മറ്റേ കമ്പിയില്ലേ, കമ്പി ഇല്ലാത്ത ജനല. അപ്പൊ നമുക്ക് ചാടാം. മനസ്സിലായില്ലല്ലോ. ഓരോ കഥ പറയുമ്പോഴേ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കല്ലേ. കമ്പിയില്ലാത്ത ജനല് അത് നമ്മുടെ പഴയ ബിൽഡിംഗ് അല്ലേ. അപ്പൊ മറ്റേ ഇങ്ങനെ വരിയില്ല. അപ്പൊ ഇവര് ക്ലാസ്സിലോട്ടൊക്കെ കയറണത് ഈ ജനൽ വഴി ചാടി ഉള്ളിലോട്ടൊക്കെ കയറും. അങ്ങനെ എന്നെയും കയറ്റിയിട്ടുണ്ട്. ഞാനും കുറെ ചാടി പോയിട്ട്. അല്ല, അന്ന് മറ്റേ കമ്പി വഴി ചാടിയിട്ടുണ്ട് രണ്ടുപേരും. ഇതൊന്ന് വർഷങ്ങൾക്ക് മുന്നേ അതല്ല, ഇത് സത്യം പറഞ്ഞാൽ 90s കിഡ്സിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ കമ്പി വഴി ആടിയിട്ടില്ല. അല്ലാതെയുള്ള കമ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനൽ ഇങ്ങനെ ഉണ്ട്, ഈ പിടിക്കണ കമ്പിയില്ലേ അതില്ല. അപ്പൊ നമ്മൾ അതിന്റെ ഉള്ളിൽ കമ്പിയുള്ള ജനലും ഉണ്ട്. അതായത് ഞങ്ങളുടെ കോളേജ് കുറച്ച് SNM കോളേജ് പണ്ടൊട്ടുള്ള കോളേജാ. അപ്പൊ പുതിയ SNM കോളേജ് മാലിങ്കര അവിടെ നിന്നാണ്. അപ്പൊ പണ്ടൊട്ടുള്ള കോളേജ്. അപ്പൊ പുതിയ ബിൽഡിംഗ് കൊണ്ട് പഴയ ബിൽഡിംഗ് ഉണ്ട്. പഴയ ബിൽഡിങ്ങിലായത് അങ്ങനെ 80കളൊക്കെ ജെൻസിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ എന്നിട്ട് എങ്ങനെയാണ് നിങ്ങൾ ആദ്യം കലിപ്പെന്ന് തുടങ്ങി പിന്നെ ഇങ്ങനെ പ്രണയത്തിലേക്ക് ഇങ്ങനെ വഴി? സംഭവം കലിപ്പല്ല എന്നുവെച്ചാൽ ഞാൻ നോർമലായിട്ടാ സംസാരിക്കണത്. പക്ഷെ നമ്മുടെ ഒരു ഇതൊക്കെ കാണുമ്പോ ഇവള് വിചാരിക്കണത് ഇയാള് ക്രൂരനാണ്. ഇവളുടെ കൂട്ടുകാരത്തി എന്റെ കൂട്ടുകാരനോടൊന്നും ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ചേട്ടൻ എന്തെങ്കിലും പ്രശ്നമുള്ള അങ്ങനെയൊക്കെ ചോദിച്ചോളൂ രൂപമൊക്കെ കാണുമ്പോ. ഇതിനെക്കാട്ടും കുറച്ച് മുടിയും താടിയൊക്കെ ആയപ്പോ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്നും ഒരു ക്രൂര മുഖം ഉള്ളതുകൊണ്ട്. പക്ഷെ പാവായിരുന്നിട്ടാ. മീൻസ് അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയട്ടെ, അങ്ങനെ ഇവര് ക്ലാസ് ഒക്കെ ഞങ്ങള് ഭക്ഷണം കഴിക്കുന്ന ടൈം ആകുമ്പോ ഇവര് വരും. എന്നിട്ട് എന്നെ ഭക്ഷണം കഴിപ്പിക്കൂല. എന്നിട്ട് വാ കോളേജ് കാണിച്ചിടാന്ന് പറഞ്ഞ് കൊണ്ടുപോകും. ഒരു അർജുൻ റെഡ്ഡി ഫുള്ള് അതെങ്ങനെയാണോ സത്യോടും കൊണ്ടുപോകും. അത് തന്നെ കൊണ്ടുപോകും. അർജുൻ റെഡ്ഡി കഥയൊന്നുമല്ല. ഞാൻ അർജുൻ റെഡ്ഡി വേണ്ട പോരെ, എന്നെ കൊണ്ടുപോകും. ഫുഡ് കഴിക്കാൻ നിൽക്കില്ല, ഒന്നും പറയാൻ വിടുന്നില്ല. ഇതങ്ങനെയല്ല പറയട്ടെ. അർജുൻ റെഡ്ഡി ആ സിനിമ കഥയാ പറഞ്ഞേ. അത് എന്റെ ക്ലാസ്സിലുള്ളവരോട് ചോദിച്ചറിയാം. ഞാൻ വളരെ പാവപ്പെട്ടൊരു മനുഷ്യനായിരുന്നു. അത് അല്ല കുറച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ, കുറച്ചൊക്കെ അങ്ങനെയൊക്കെ കുറച്ചൊക്കെ എന്താ പറയാ ഭയങ്കര ദേഷ്യക്കാരനൊക്കെ ആണെങ്കില് പിള്ളേർക്ക് പിടിക്കുന്നു. അല്ല, ഞാൻ ദേഷ്യക്കാരനല്ല, അതല്ലേ എന്റെ വിഷയം. ഞാൻ ഇങ്ങനെ ഒരാളല്ല. എന്റെ അത് നിന്റെ ഉള്ളിലാണ്. ഫ്രണ്ട്സിനോട് പുറമെ ആൾക്കാർക്ക് ബിഹേവ് ചെയ്യുമ്പോ മനസ്സിലാവുന്ന ഞാനൊക്കെ പറയുന്നേ. ഇവക്കറിയാം എങ്ങനെയാണ് അർജുൻ റെഡ്ഡി ഞാനേ ഒരു 10-11 ഞമ്മക്ക് കൂട്ടുകാരന്മാരായിട്ട് ക്ലാസ്സിൽ വരും. ക്യാൻറ്റീനിൽ ചായ കുടിച്ച് പിന്നെ എന്റെ കുറച്ച് ക്ലാസ്സിലെ കുറച്ച് ഗേൾസ് ഉണ്ട്. അവരുടെ പാത്രത്തിൽ നിന്നൊക്കെ കഴിയിട്ട് ഒരു ഫുഡൊക്കെ കഴിച്ച് അവരെനിക്ക് എപ്പോഴും ഫുഡൊക്കെ കൊണ്ടുവരും. അതൊക്കെ കഴിച്ച് മാന്യമായിട്ട് വന്ന ഒരാളായിരുന്നു. ഇത് അർജുൻ റെഡ്ഡി അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ച. അങ്ങനെയല്ല, അതായത് പുള്ളി എന്നെ വരും, ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കൂല, ഇറങ്ങിപ്പോവാ, മറ്റേ ഉദ്ദേശിച്ചത്. അങ്ങനെ ഇരുന്ന് നീ ഭക്ഷണം കഴിക്കാതെ അതിപ്പോ ഭക്ഷണം കഴിക്കാറില്ല. പ്രശ്നമുണ്ട്, ഭക്ഷണം കഴിക്കാറില്ല. എനിക്ക് ഓർമ്മയില്ല. ഞങ്ങളുടെ ഭക്ഷണ സമയം വേറെയാണ്. അതാണ്, ഇവര് ഭക്ഷണം കഴിച്ചിട്ട് വരും, ഞാൻ ഭക്ഷണം കഴിക്കാറില്ല. എന്നിട്ടാണ് കോളേജ് ഫുള്ള് നടക്കണത്. കോളേജിൽ ഓരോ സ്ഥലങ്ങൾ കാണിച്ചിട്ടാന്ന് പറഞ്ഞിങ്ങനെ കൊണ്ടുപോകും.
അതാണ് പറഞ്ഞത്. ഞാൻ വിചാരിക്കണ നമ്മളൊപ്പം ഒരു പെങ്കൊച്ചിറങ്ങും ഈ തെണ്ടികളൊക്കെ വിചാരിക്കട്ടെ ഞാൻ. എനിക്കും വേണ്ട സെറ്റായെന്ന്. അപ്പൊ എന്റെ അമ്മനിക്കാരൊക്കെ എന്നെ പുറകിൽ നിന്ന് തീർച്ചയായിരിക്കും അവന് സെറ്റാണ്. അപ്പൊ ഇവള് ഓക്കേന്ന് കൂടി പറഞ്ഞിട്ടില്ല. എന്തായാലും ഇവന്മാർക്ക് ആവട്ടെ, ഞാൻ എന്താ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ എപ്പോഴാണ് ഓക്കേ എന്ന് പറഞ്ഞ എങ്ങനെയാണ് പ്രണയത്തിലേക്ക് വീണത് എങ്ങനെയാണ്? ഇത് കഴിഞ്ഞിട്ട് ചില അത് ഞാൻ എപ്പോഴും ജീൻസ് ടോപ്പും അങ്ങനെയുള്ള സംഭവങ്ങളായിട്ട് തുടങ്ങുന്നു. ഒരു ദിവസം പറ ഞാൻ പട്ടാരം പ്ലസ് അങ്ങനൊന്നുമല്ല. ഒരു കഥ രണ്ട് വിധത്തിലാ പറയുന്നത്. അല്ല ഒരു ദിവസം പട്ടോളം ബ്ലൗസ് ആ ഒരു സമയം അപ്പൊ നമുക്കൊരു ഇതുണ്ടാവല്ലോ, ഒരു കൂടുതൽ കുറച്ച് നമുക്ക് ഒരു പെൺകുച്ചി നമ്മളോട് സംസാരിച്ചത് നമുക്ക് ഇഷ്ടമാണ്, ഓക്കെയാണ്. അല്ല അപ്പൊ കുറച്ചും കൂടി ഒക്കെ ഇഷ്ടമാണെന്ന് പറയാന്നുള്ള ഒരു ഇതിനകത്തേക്ക് വന്നു. അപ്പൊ ഐ ലവ് യു എന്ന് പറഞ്ഞു പോയിട്ട് അപ്പോഴല്ല അതിനുശേഷം ഒക്ടോബർ 8-ാം തീയതി എനിക്ക് 2 ഗ്യാങ് ഉണ്ടായിരുന്നു. ഒന്ന് ദേവുവിന്റെ ഗ്യാങ്, ഒന്ന് ഐഷുവിന്റെ ഗ്യാങ്. അപ്പൊ ഈ ദേവുവിന്റെ ഗ്യാങ്ങാണ് ചേട്ടന്, അതായത് എന്റെ ഫ്രണ്ട്സിനെ ഒക്കെ എടുത്ത് കയ്യിലെടുത്ത് വെച്ചേക്കണേണ്. ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറ എന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട്. ഞാൻ ഫോണില് അറ്റ് എ ടൈം ക്ലാസ്സിൽ എന്താ ചെയ്തോണ്ടിരിക്കണെന്ന് വരെ ഇവളുമാര് പോയി ചോർത്തി കൊടുത്ത് ചേട്ടനെത്തും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അതില് ചേട്ടന്റെ ദേവുവിന്റെ ഗ്യാങ് ചേട്ടനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഗ്യാങ്ങും, ഐഷുവിന്റെ ഗ്യാങ് വേണ്ടിട്ടാ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകണ്ടിട്ടാ മറ്റേ ഇന്നെങ്ങാനും തേച്ചിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെ പറഞ്ഞ ഗ്യാങ് വരുന്നു. അപ്പൊ അങ്ങനെ 8-ാം തീയതി ഒക്ടോബർ 8-ാം തീയതി എന്റെ നേരെ 2018 ഒക്ടോബർ 8 8 8-ന് വന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ പറയാനായിട്ട് ഭയങ്കര. അത് വേറെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഒഴിച്ച് ബാക്കി എന്റെ ക്ലാസ്സിൽ ആ കോളേജ് കംപ്ലീറ്റ് അറിയാറുണ്ട് എന്നെ ഇഷ്ടമാണ്. മാത്രം അറിയാം, മനസ്സിലാവുമല്ലോ അല്ലേ? അതിനൊരു സുഖം വേറെ അല്ലേ. അപ്പൊ അങ്ങനെ എന്റെ വന്ന് പറഞ്ഞു, എന്റെ മൂത്തൊക്കെ എന്നെ പറഞ്ഞത്. അപ്പൊ എനിക്ക് അതൊക്കെ എനിക്ക് ഇഷ്ടാ. ചേട്ടന്മാര് ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞത്? രണ്ടും പറഞ്ഞു. അത് എനിക്കൊരു കാര്യം പറയാനായിട്ടുണ്ട്. വേറെ ഒന്നല്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഒന്ന് അതുപോലെ ഒന്ന് ഇപ്പൊ പറയോ? ഇപ്പൊ എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ഇപ്പൊ അതുപോലെ ഒന്നും പറയില്ല, ഓർക്കുമ്പോ ക്രിഞ്ചാണ്. എന്നാലും പറയടാ. പ്രപ്പോസ് ചെയ്തേ ഒന്ന് വെറുതെ. അതല്ല വെറുതെ കയ്യും കാലും പറഞ്ഞാണ് അതല്ല, ഒന്ന് ഐ ലവ് യു ഒരു റോസാപ്പൂ എടുത്താ മതി. കാലഘട്ടത്തിലേക്ക് ഒന്ന് ഞാൻ പിടിച്ചോളാം. ഒന്ന് ആ കാലഘട്ടത്തില് പോയെ. എനിക്ക് ഞാൻ അങ്ങനെ ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞില്ല, ഐ ലവ് യു എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ ഇഷ്ടമാണ്, ഞാൻ എന്താന്ന് വെച്ചാൽ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഉറപ്പാണ് എന്തായാലും ഇഷ്ടമാണെന്ന് പറയാൻ പോണെന്ന് ഉറപ്പാണ്. കാരണം അങ്ങനെ ഇഷ്ടമെന്ന് പറയാനായിട്ട് ഒരു ഇതുമില്ല. ഒരു വേസ്റ്റ് ആയിട്ട് കിടക്കണ ഒരാള് കോളേജിന് ഒരു ഉപകാരമില്ല, നാട്ടിന് ഒരു ഉപകാരമില്ല, ഒരു ക്വാളിറ്റി ഇല്ലെന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റി ഇല്ലാത്ത ഒരാള്. ഇതാണ് സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം. അപ്പൊ അയാളെ എന്ത് കണ്ടിട്ടാണ് ഇഷ്ടപ്പെടുന്നത്? നമ്മൊരാളെ ഇഷ്ടപ്പെടാനായിട്ട് എന്തെങ്കിലും വേണമല്ലോ. അപ്പൊ അതിവിടെയാണ് എന്ത് കണ്ടിട്ടാണ് പിന്നെ ഇഷ്ടപ്പെട്ടെ? അതെന്താന്നറിയോ, 4 ചേട്ടന്മാര് ആ ടൈമിൽ പുറകെ കിടക്കുന്നുണ്ടായിരുന്നു. ഒന്ന് കോളേജിന് വെളിയിലുള്ള ചേട്ടൻ. ആ ചേട്ടനക്ക് എന്ത് ചെയ്തെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അതെങ്ങനെ ഒഴിഞ്ഞു പോയി? അയാൾ ഒഴിഞ്ഞു പോയി. അയാളെങ്ങനെ ഒഴിഞ്ഞു പോയി? ഇവളോടൊപ്പം ഞാൻ നടന്നു. അപ്പൊ ക്രിഞ്ചാണത്. അതായത് എന്റെ ബാഗ് വന്നിട്ട് പിടിക്കും, വന്നിട്ട് കോളേജിൽ നിന്ന് ഒരു 10-20 മിനിറ്റ് നടക്കാനുണ്ട് മെയിൻ റോഡ് എത്തണമെന്നുണ്ടെങ്കിൽ. മെയിൻ റോഡ് ഉണ്ട്, പക്ഷേ മാണി ബസാർ വരെ എത്തണം മര്യാദക്കുള്ള ബസ് കിട്ടാനായിട്ട്. അതൊരു പട്ടിക്കാട് ഏരിയാണ് ഞങ്ങളുടെ. അപ്പൊ അവിടെ നിന്ന് കോളേജിന്റെ അവിടെ നിന്ന് മാണി ബസാർ വരെ നടക്കും, ഏകദേശം ഒരു 20 മിനിറ്റ് കുറഞ്ഞത്. അവിടെ അതായത് കോളേജിൽ വന്നത് ഒരു ബാഗ് ഉണ്ടാകും, ഒരു ബുക്ക് ഉണ്ടായാലുണ്ടായി. ചോറൊക്കെ വേറൊരു ചേച്ചി കൊണ്ടുവരും, ഫ്രണ്ട്സ് ആണ്. അപ്പൊ ആ ചേച്ചി സ്ഥിരം, ആ ചേച്ചിയുടെ അമ്മക്കൊക്കെ എന്ത് തോന്നിയിട്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, 2 ചോറും പാത്രം ഉണ്ടാകും. മാത്രമല്ല അവള് തിന്നൂല. എനിക്ക് പിന്നെ കുറച്ച് ഗേൾസ് എന്റെ ക്ലാസ്സിൽ പഠിക്കുന്നവരുണ്ട്, ഫുഡ് കൊണ്ടുവന്ന് മണ്ടൽ ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുന്നത് നല്ലൊരു. ഇതിങ്ങനെ ഒരു പിടി പിടിക്കും. തീർന്നു. അപ്പൊ 20 മിനിറ്റ് നിങ്ങൾ ഒരുമിച്ചാണോ നടക്കുന്നത് കോളേജിലേക്ക്?
കോളേജ് കംപ്ലീറ്റ്. അപ്പൊ കൊറേ നടന്ന മണ്ടന്മാര് ആയിരിക്കും എനിക്ക് സെറ്റായി. അപ്പൊ അമ്മമാര് പൊതുവെ വിടുവല്ലോ. രണ്ടൊക്കെ മറ്റേ ചെക്കൻ ഉണ്ടായിരുന്നില്ലേ, ജയദേവക്ക, അവന് എന്റെ ജൂനിയർ ആയിരുന്നു. അവര് വന്നിട്ട് പറഞ്ഞ് എന്താണ് എടുത്തോ നമുക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞു. നീ എടുത്തോന്ന് അങ്ങനെ ഒന്ന് പറഞ്ഞു പോയി, അതങ്ങനെ ഒഴിഞ്ഞു പോയി. പിന്നെ ആരാണ്, ഒരു BBA ചേട്ടൻ ഉണ്ടായിരുന്നു. പേരൊന്നും പറയണ്ട, അവരൊക്കെ ആ ചേട്ടന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതിന് ബിബി കൊറേ ഉണ്ടാവുമല്ലോ. അതെ, അല്ല അതൊരു സംഭവം ഉണ്ട്. ആ ചേട്ടനായിട്ട് പുറത്ത് എവിടെയോ വെച്ച് ഞാൻ കണ്ടായിരുന്നു. മറ്റേ കല്യാണത്തിന് പോയപ്പോ, എന്റെ ആരുടെയോ കല്യാണം, ഞങ്ങള് വീട്ടുകാരെല്ലാരും കൂടി പോയപ്പോ ആ ചേട്ടനും വന്നു. അപ്പൊ ആ ചേട്ടൻ്റെ ചോദിച്ചു നമുക്ക് സെൽഫി എടുക്കാന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ സെൽഫി എടുത്ത് എനിക്ക് എന്റെ പിക്ക് നല്ലതായതുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്ത്. അത് ഇനി പിടിച്ചില്ല, അത് ഞങ്ങൾ സെറ്റ് പോലെ ആയില്ല. അപ്പൊ അതിങ്ങനെ, നിനക്ക് അവനെയാണ് ഇഷ്ടമെങ്കിൽ ഒന്നും പറയാറുന്നില്ലേ, നേരത്തെ പറയാറുന്നില്ലേ, ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ്, എങ്ങനെ ഈ കാണുന്ന അശ്വലേട്ടനൊന്നും അല്ല. അതായത് ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം ഫുൾ കെഞ്ചലാണ്. എടി എന്തിനാണ്ടി എന്റെ ഇഷ്ടമുള്ളത് മാത്രം പറഞ്ഞാ മതി എടി. പോലെ തന്നെയാണോ പ്രപ്പോസ് ചെയ്യുന്ന റീൽ ഉണ്ടല്ലോ, പിന്നെ അതുപോലെ തന്നെ ആയിരുന്നു. സീരിയസ് പരിപാടിയൊന്നുമില്ല. അർജുൻ റെഡ്ഡി എന്ന് പറയാൻ കാര്യം ഞാൻ പറഞ്ഞു കേട്ടാ. മറ്റേ ഞങ്ങളുടെ കമ്പൈൻ ക്ലാസ് ഉണ്ട്, മറ്റേ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ആയിട്ട്. അപ്പൊ ഇതില് ഹിന്ദിക്കാരെല്ലാരും കൂടി ഒന്നിച്ചിരിക്കുന്ന പരിപാടി, അങ്ങനത്തെ ഇംഗ്ലീഷിന് ഒന്നിച്ചിരിക്കും. എന്നിട്ട് അതായത് ഞങ്ങൾ അത്രയും ക്ലാസ് വരെ ഒന്നിച്ചിരിക്കണം. ആ ഒരു ടൈമിൽ വലിയ ക്ലാസ് ആണ്. അവിടെ ഇങ്ങനെ എണീറ്റ് മറ്റേ ഡോറിന്റെ അവിടെ വന്നിട്ട് ഇതിങ്ങനെ നിന്നിട്ട് ഡി എന്ന് വിളിച്ചിട്ട് എന്തിനാണോ ഇഷ്ടമുള്ളത് പറയടി എന്നും പറഞ്ഞിട്ട്, അങ്ങനെ എന്റെ കോളേജിലുള്ള മിക്കവരും കണ്ടിട്ടുണ്ട് ഇത് കരയാൻ പോണ സിറ്റുവേഷൻ. കെഞ്ചലായിരുന്നു. അർജുൻ റെഡ്ഡി ഞാൻ കണ്ടിട്ടില്ല സിനിമയിൽ. പോട്ടെ, അന്ന് അർജുൻ റെഡ്ഡി ഞാൻ വിട്ട് വെറുതെ നമ്മുടെ ബോയ് ഫ്രണ്ടിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സെറ്റപ്പ് ഇങ്ങനെ എന്നെ അറിയാവുന്നവർക്ക് അറിയാലോ ഇവൻ അർജുൻ റെഡ്ഡി ഓടിച്ചിട്ട്. പിന്നെ അനഘയുടെ ബാക്കിൽ 4 പേര് നടന്നായിരുന്നല്ലോ, നാലാമത്തെ. അപ്പൊ അവര് 3 പേരും പോയി. എന്താണ് അശ്വലിനോട് ഇത്ര? അല്ല അതൊന്നും കറക്റ്റ്. എപ്പോഴും വരും, മുടങ്ങാണ്ട് ചോറിയിട്ടിക്കൂല, വരും പോകും. പിന്നെ ബാക്കില് മറ്റേ പുറകെ നടക്കും. പിന്നെ നമ്മളെ തന്നെ നോക്കി. വേറെ ഞങ്ങൾക്ക് വേറെ പരിപാടിയൊന്നുമില്ല, വേറെ കഴിവുകളൊന്നുമില്ല, പഠിക്കാനുള്ള ബുദ്ധിയില്ല. അപ്പൊ കോളേജിൽ ഡെയിലി വരും, ഞങ്ങൾ ലീവ് എടുക്കൂല. എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണമല്ല, ബോറടിക്കും. അപ്പൊ ആകെയുള്ള ഇതൊക്കെയാണ് പരിപാടിയൊക്കെ. അപ്പൊ ക്ലാസ്സിൽ എപ്പോഴാ കേറുന്നേ? ക്ലാസ്സിൽ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോ കേറുമായിരിക്കും. അറ്റൻഡൻസ് തരും. നാടകം ആകെ ഒരു വർഷേ കേറിയുള്ളൂ. അല്ല, രണ്ടാമത്തെ വർഷം ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോ സ്കിറ്റ് ആക്കി. സ്കിറ്റിൽ അപ്പൊ ഇതിന് പോണോണ്ട് തന്നെ നമുക്ക് അറ്റൻഡൻസ്. പിന്നെ ഞങ്ങളുടെ ഒരു പാവം മിസ്സായിരുന്നു. പിന്നെ കലാകാരന്മാരോട് പ്രത്യേക സ്നേഹം ഉണ്ടാവും. കലാകാരനൊന്നും മാമിസിനൊക്കെ ഭയങ്കര പാർഷ്യാലിറ്റിയാണ് ചേട്ടനോട്. അങ്ങനെ ഞാൻ അന്നൊന്നും പറയും, വെറുതെ അറ്റൻഡൻസ് ഇട്ട് കൊടുക്കും. ഞങ്ങളുടെ പ്രിയ മിസ് ഞങ്ങളുടെ ചെക്കന്മാർക്ക് ആർക്കും അധികം ഒന്നും ഇട്ട് കൊടുക്കാറില്ല, പാവം. ഞങ്ങൾ പോയി കയ്യും കാലം പിടിക്കും. അങ്ങനെയല്ല കേട്ടോ, പ്രിയ മിസ് ഇട്ട് തരും. പക്ഷെ എന്നാലും ഈ ചേട്ടന്മാരുടെ മിസ്സൊക്കെ അതൊരു വ്യത്യാസമാണ് ഞങ്ങൾക്ക്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ വേറെ അവന്മാരോടൊക്കെ ചീത്ത പറയുമ്പോ അവർക്ക് കുറച്ച് ടീച്ചർമാരൊക്കെ ചീത്ത പറയുമ്പോ കൊള്ളാം. നമുക്ക് അങ്ങനെ ഒന്നുമില്ല. നമ്മൾ എന്ത് തീരെ പറഞ്ഞാലും നമ്മൾ ചിരിച്ചോണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ഓക്കെ താങ്ക് യു അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കും. ടീച്ചർമാര് വഴക്ക് പറയുമ്പോഴേക്കും കുഴപ്പമില്ല. ഞങ്ങക്ക് വർഷങ്ങളായിട്ട് എത്ര ചീത്ത പറഞ്ഞാലും നമ്മുടെ ടീച്ചറാണല്ലോ. എത്ര ചീത്ത പറഞ്ഞാൽ നമുക്കൊന്നും വിഷയമില്ല. പിന്നെ തല്ലിക്കൊല്ലാനുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ കുഴപ്പമില്ല. എന്നാലും അതൊന്നും പറ, അശ്വലിനോട് എന്താ ഇഷ്ടം തോന്നാൻ കാരണം? കാരണമില്ല, അത് ഏതോ നിമിഷത്തില്. എന്നാലും നമ്മുടെ പിന്നെ ഈ ചെക്കനോട് മാത്രം ഒരു അതെനിക്ക് ഭയങ്കര ഈ മനസ്സ് എന്നുള്ളൊരു സാധനം ഉണ്ട്. എനിക്ക് ആ ബാക്കിയുള്ള 4 പേരും എന്റെ പുറകെ നടന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം കൂടെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പുള്ളി എനിക്ക് വേണ്ടിട്ട് എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുമ്പോൾ ഇന്ന് ക്രിഞ്ചാണ്. അന്ന് പ്രണയത്തിന് കുറച്ച് ക്രിഞ്ച് വേണമെന്ന് പറയാറുണ്ട് പൊതുവെ. പ്രണയം കുറച്ച് ക്രിഞ്ചാണ് ശരിക്കും. അത് പ്രണയിക്കുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല. അതിപ്പോ ഞാൻ പുറമെ അല്ല, എന്നാലും മനസ്സ് ഇങ്ങനെ പുറകെ എപ്പോഴും എന്നെ അത്ര ഇഷ്ടമാണെന്ന് തോന്നി, അങ്ങനെയാണോ? അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഭയങ്കര കാര്യമായിരുന്നു അന്നത്. ഇപ്പല്ല പറയുന്നൊക്കെ ചെയ്തു തരും എന്തെങ്കിലും ആവശ്യപ്പെട്ടാലൊക്കെ.
സർപ്രൈസ് ഒക്കെ തരുമോ? പ്രണയിക്കുന്ന ഒരു സർപ്രൈസ് ഒക്കെ കൊടുക്കാറുണ്ട്? സർപ്രൈസ് അതൊരു വിറ്റുണ്ടായി. എനിക്ക് റെഡ് വാച്ച് മറന്നുപോയാ. സർപ്രൈസ് ഒക്കെ അല്ലാണ്ട് വീടിന്റെ ടെറസിന്റെ ഉള്ളിലൊക്കെ ടെറസിന്റെ ഉള്ളിലേക്കല്ല, വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ പോകുമ്പോ ഇപ്പൊ ഇവള് ഫ്രണ്ടിലൊക്കെ ഇരിപ്പുണ്ടാവും. അപ്പൊ എന്തെങ്കിലും മിഠായിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പത്രമൊക്കെ ഇടാൻ പോലും അങ്ങനെ കൊടുക്കും. വീടിന്റെ ഫ്രണ്ടിലാണ് ഞാൻ ഇരിക്കണെന്നുണ്ടെങ്കിൽ ചേട്ടയ്ക്ക് ഇങ്ങനെ ബൈക്കിനൊക്കെ പോകുമ്പോ മിഠായി കൊണ്ടുവന്ന് ഇങ്ങനെ താഴെ ഇടും. എന്നിട്ട് ഞാൻ ചേട്ടൊക്കെ പോയി കഴിയുമ്പോ പോയി എടുക്കും. അല്ലാണ്ട് ഇങ്ങനെ ഞാൻ ഫ്രണ്ടിലിരിക്കുമ്പോ ഇങ്ങനെ എറിഞ്ഞു എന്റെ വീടിന്റെ ചേട്ടൻ വിളിക്കണ എന്താണെന്നറിയോ? അത് സീനിയർ അല്ലാണ്ട് മറ്റേ കലിപ്പങ്ങാന്തരി ചേട്ടൻ അല്ല അത് എനിക്ക് മനസ്സിലായി, സൂപ്പർ സീനിയർ ആയിരുന്നല്ലോ. അത് അന്ന് മുതൽ വിളിച്ച് ഇങ്ങനെ അല്ലെങ്കിൽ കുറച്ച് ബഹുമാനൊക്കെ ആവാം അല്ലേ? അല്ല ഞാൻ ഇടക്കിടാന്ന് വിളിക്കും, ഇടക്ക് ചേട്ടേന്ന് വിളിക്കും. ചേട്ടാന്ന് പറഞ്ഞ ചേട്ടേ എന്ന് വിളിക്കാൻ എനിക്ക് ഇഷ്ടം. ചേട്ടല്ല ചേട്ടേ, അശ്വലേട്ടെ അങ്ങനെ വരും. ഇവിടെ ഏട്ടൻ വിളിക്കുമല്ലോ അല്ലേ? ഏട്ടൻ വിളിച്ചിരുന്നു, പിന്നെയുള്ള ഏട്ടായി കോപ്പി ഇറങ്ങിയത് അന്ന് ഞാനത് ഉപേക്ഷിച്ചു. നമ്മ ആ രീതിയിലുള്ള ഏട്ടായി, നമ്മ ഏട്ടായി ഇവള് ചേട്ടൻ വിളിക്കണെന്താന്ന് വെച്ചാൽ സീനിയർ എന്നുള്ള. അപ്പൊ ആ സമയത്താണ് മറ്റേ കളിപ്പങ്ങ എന്തായാലും ചേട്ടായി എന്നൊക്കെ എന്നിട്ട് എന്റെ പറയാം എടി ആ ഏട്ടായി ഒന്നെടുത്ത് മാറ്റിയേക്കട്ട. എന്നിട്ട് ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി ഫോണിലൊക്കെ അശ്വൽ ഏട്ടായി അങ്ങനെയൊക്കെയാണ്. അശ്വലേട്ടാ തന്നെയാണ് എല്ലാവർക്കും. അങ്ങനെ പ്രണയത്തിൽ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ ആൾക്കാർ വളയുള്ളൂ അല്ലേ? അങ്ങനൊന്നുമില്ല. അന്ന് എങ്ങനെയാണെന്ന് പ്രണയിക്കുമ്പോ എന്തായിരുന്നു പിന്നെ അനഘയോട് ഇത്രയൊരു പ്രണയം? അവളുടെ അനഘയുടെ എന്ത് കണ്ടിട്ടാ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? കണ്ണുകൾ, മൂക്ക്? നമുക്കൊരു പെണ്ണ് കിട്ടിയാൽ തന്നെ നോക്കണം. അനഘ അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഒരു പട്ടിയും തിരിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ. മറ്റേനകത്ത് സലീംകുമാർ അറിയല്ല എന്നാണ് നോക്കിയിട്ട് യാതൊരു കാര്യമില്ലെന്ന് അറിയാം. അതേപോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ ആ സമയത്താണ് മറ്റേ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാനായിട്ടൊക്കെ എന്റെ അടുത്ത് വന്നത്. അപ്പൊ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ട്. എന്റെ അവസ്ഥ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഞാൻ ഡിഗ്രിക്ക് ഫസ്റ്റ് ജോയിൻ ചെയ്തിട്ട് മാലിങ്കരയിലാണ്. അപ്പൊ ഞാൻ ആ ഭാഗത്തേക്ക് ആദ്യം പോകണം. അപ്പൊ ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് വരും, തുടക്ക സമയമുള്ള. അപ്പൊ ഫസ്റ്റ് എന്റെ ക്ലാസ്സിൽ വന്ന് വേറൊരു പെങ്കൊച്ചുണ്ടായി. ഈ പെങ്കൊച്ചി ഇവള് ഞാൻ വന്നിരുന്ന് കുറച്ച് കഴിയുമ്പോ ഇവള് നോക്കി ചിരിച്ചിട്ട് ഇറങ്ങിപ്പോയിരുന്നു. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് അപ്പൊ ഞങ്ങൾ കുറച്ച് കമ്പനിയായി. കുറച്ചാൾ കഴിയുമ്പോൾ നമ്മ എല്ലാവരും സിംഗാല. അപ്പൊ അവള് പറഞ്ഞേ, കാരണം നീ രാവിലെ ക്ലാസ്സിൽ വരുന്നില്ലേ? അപ്പൊ ഞാൻ എന്താന്ന് ഏറ്റു വരും, നീ അങ്ങനെ പീഡിപ്പിക്കും. അങ്ങനെ പറഞ്ഞേ. അവളങ്ങനെ ഒരു പേടി ഉണ്ടാണ് ആദ്യം ഏറ്റേക്കുന്നത്. എന്റെ റേഞ്ച് മീൻസ് എന്റെ ഒരു ഇതെന്താന്നപ്പോ മനസ്സിലായി ആയിക്കാണല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കണ ഒരാള് ഇങ്ങോട്ടേക്ക് വരുമ്പോ സംസാരിക്കുക അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ടും ലഡ്ഡു പൊട്ടണ. അങ്ങനെ ആ പെണ്ണ് പറഞ്ഞപ്പോ എന്താ ആദ്യം ഫീൽ ആയത്? ആ ഫീൽ ആവാനൊന്നുമില്ല, നമുക്ക് പണ്ട് മുതലേ നമുക്കറിയാം ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ എനിക്ക് പിന്നെ എന്നെ പറ്റി വല്ല വിലയൊന്നും ഇല്ലാത്ത. അല്ല അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മുടെ ഔട്ട്ലുക്ക് വെച്ചിട്ടാണ് ആദ്യം ഫസ്റ്റ് ജഡ്ജ് ചെയ്യുള്ളൂ. അത് പണ്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ആൾക്കാർ പറഞ്ഞില്ലെങ്കിലും ഉള്ളിലത് ഉണ്ടാവും ഫസ്റ്റത്തെ ഔട്ട്ലുക്ക് വെച്ചിട്ട്. അപ്പൊ ആ സമയത്ത് ഇതിനെക്കാട്ടും കൂടുതലായിരുന്നു. അപ്പൊ അവരങ്ങനെ ചിന്തിക്കണേല് ഇതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഈ ഒരു പുറം നോക്കിയിട്ട് വിലയിരുത്തുന്നത് മാറ്റണ്ട് ശരിക്കും. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നല്ലേ പറഞ്ഞത്? അതുപോലെ നമ്മൾ ഒരാളുടെ മുഖം നോക്കിയിട്ട് ജഡ്ജ് ചെയ്യാൻ പാടില്ലല്ലോ എന്നൊക്കെ പറയാം. പക്ഷെ എന്നിരുന്നാലും അങ്ങനെ പിന്നെ ഒരുപാട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആൾക്കാർ? അങ്ങനെയല്ല എന്തെങ്കിലും പേടിയാവുന്നു? ഇഷ്ടംമാതിരി പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പം റഫ് ആൻഡ് ടഫ്. വെറുതെ ഞങ്ങള് പറൂര് ബസ് സ്റ്റാൻഡില് ഇങ്ങനെ നടക്കണ സമയത്ത് വെറുതെ പോലീസ് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, അന്ന് ചോദിക്കാറുണ്ട്. അത് മുഖത്ത് താടി മീശ പിന്നെ കഞ്ചാവാണോന്നാ എന്റെ അമ്മ വരെ ചോദിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കയ്യിലുണ്ടാന്നുള്ള രീതിയിൽ അത് അധികം പേരും പറഞ്ഞിട്ടുണ്ട്. പോലീസുകാർ ഇങ്ങനെ പിന്നെ വന്ന് ലുക്ക് കൊണ്ട് ജഡ്ജ് ചോദിക്കാറുണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞേ, എടാ നീ നിന്റെ ഇപ്പില്ല കാര്യം ഞാൻ പറഞ്ഞ്, നീ നിന്റെ താടിയൊക്കെ ഒന്ന് ട്രിം ചെയ്ത് മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇങ്ങനെ അതായത് പോലീസൊക്കെ ഇങ്ങനെ ചോദിക്കാണ്ടിരുന്നാലെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. അതിൽ പിന്നില്ല. എന്നാലും ഈ താടിയും മുടിയും വളർത്താൻ ആഗ്രഹമുള്ളവരെ കഞ്ചാവാണെന്ന് ചോദിക്കണം.
അങ്ങനെ അല്ല പാടില്ല എന്നോട് കഞ്ചാവാണെന്ന് ചോദിച്ചിട്ടില്ല. അല്ല നമുക്ക്. എന്നാലും എന്തെങ്കിലും കയ്യിലുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ആ. അവരുദ്ദേശിക്കണ മീനിങ് അതാണ്, നമുക്ക് പിന്നെ ഫീൽ ചെയ്യണ്ടല്ലോ ഒരു എന്നുള്ള ഇതും രീതിയിൽ പറഞ്ഞു. അവരങ്ങനെ ഒതുക്കുന്നു എന്നുള്ളൂ. ഈവൻ എന്റെ വീട്ടുകാരെന്നെ എന്തിനെന്റെ ഇപ്പൊ പഠിക്കണ ഞാൻ എന്റെ ഇപ്പോഴത്തെ കൊളീഗ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ചേട്ടനെ കണ്ടപ്പോ ഞങ്ങള് കരിപ്പൻ ചേട്ടനാണെന്നാ വിചാരിച്ചത്, പക്ഷെ ചേട്ടൻ അങ്ങനെ ഒന്നും അല്ലല്ലേ. അതായത് ഈ വീഡിയോ ഇറങ്ങിയതിന് ശേഷം വന്ന ഏറ്റവും വലിയ ഒരു പൊളിച്ചടക്കി എന്ന് തന്നെ പറയാം. അതെ, അതെ. ചേട്ടന്റെ ഒരു ക്യാരക്ടർ എന്താണെന്ന് ഭയങ്കരമായിട്ട് റിവീൽ ചെയ്തു. ഒരുപാട് പേര് എൻ്റെ വന്ന് ചോദിച്ചു. കുറെ ഏറ്റവും കൂടുതൽ ഗേൾസ് ഒക്കെയാണോ ചോദിച്ചേക്കണത്, ചേട്ടൻ ഇങ്ങനെയാണല്ലേ, ശരിക്കും ചേട്ടൻ ഇങ്ങനെ തന്നെയാണോ, ഞങ്ങൾ ഇങ്ങനെയല്ല വിചാരിച്ചിരുന്നത് ചേച്ചി, അങ്ങനെയൊക്കെ വന്നിട്ട് പറയും. കുറച്ച് റഫായിട്ടാണ് വിചാരിച്ചത്. അപ്പൊ ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ പഠിക്കുന്ന വേറെ ആരെങ്കിലും ഒന്ന് നോക്കിയിട്ടുണ്ടോ, അല്ലെ അങ്ങോട്ട് നോക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അല്ലാതെ ആരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടോ? അത് പറഞ്ഞു